നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. ചില ആളുകളുടെ മൊബൈൽ ഫോണിലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. നമ്മൾ വോളിയം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും ക്ലിക്ക് ചെയ്യണം. ചില മൊബൈൽ ഫോണിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് 3 വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ചില ആളുകളുടെ മൊബൈൽ ഫോൺ അത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ചധികം ഫീച്ചറുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകൾക്ക് അറിഞ്ഞു വെക്കേണ്ട ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് സൗകര്യമുണ്ട്. അതിൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായം തേടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ സൗകര്യമുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് 3 വിരൽ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആകുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അതുപോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ടിൻ്റെ ഇവിടെ സൈഡിലൊരു ഓപ്ഷൻ കാണും, അതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സ്ക്രീൻഷോട്ടിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം അവർക്ക് കൂടി വീഡിയോ ഉപകാരപ്പെടട്ടെ. കാരണം നമ്മളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ടെങ്കിലും സ്ക്രീൻഷോട്ടിൽ ഇത്രയധികം ഫീച്ചറുകളുള്ളത് പല ആൾക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണും, സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഭാഗം. അതിനകത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ആ സ്ക്രീൻഷോട്ട്. ഇത് ഗാലറിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് ഇതുപോലെ എടുക്കാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇതാ സ്ക്രീൻഷോട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് കാണാം സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഭാഗം. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത് ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഏത് ഭാഗമാണ്, ഇപ്പോൾ ഇത്രയും സ്ഥലം മാത്രം ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുത്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഒരു ടിക്ക് മാർക്ക് കാണും. ഈ ടിക്ക് മാർക്കിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇത്ര ഭാഗം മാത്രമേ സേവ് ആകുള്ളൂ നമ്മുടെ സ്ക്രീൻഷോട്ടിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം ആ സ്ക്രീൻഷോട്ടിൽ ഏത് ഭാഗമാണോ വേണ്ടത് അത് മാത്രം നമുക്ക് ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം, റൗണ്ട് ബട്ടൺ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. മാർക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പിക്സൽ ലാറ്റ് എന്നുണ്ട്, ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മോർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്നാമത്തെ മാർക്കപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ആ ഭാഗം ഇതുപോലെ റൗണ്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ട് ഇട്ട് കൊടുത്താൽ അത് ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അയാൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമ്പർ ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ പിക്സലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ താഴെ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എവിടെയെങ്കിലും ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആ ഭാഗം ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ഈ ഒരു ആപ്പൊക്കെ ബ്ലർ ചെയ്യാണ്. ഞാൻ മാർക്ക് ചെയ്തതല്ലാത്ത എല്ലാ ആപ്പുകളും ഞാൻ ബ്ലർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് ബ്ലർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ബ്ലർ ചെയ്യുന്നതിൻ്റെ സ്റ്റൈൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ബ്ലർ ചെയ്യുന്നത് മായ്ച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് വലത് ഭാഗത്ത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്ലർ ചെയ്ത് തരും. നമ്മൾ ബ്ലർ ചെയ്യുന്നതിന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഏത് ഭാഗമാണ് ക്രോപ്പ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നാലാമത്തെ ഒരു ഓപ്ഷൻ കാണാം, മോർ എഡിറ്റ് ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ഫോണിൽ എഡിറ്റിംഗ് ഓപ്ഷനുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകും. ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്യാനും അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാനും അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനും വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഭാഗങ്ങൾ റിമൂവ് ചെയ്യാണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റുകൾ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ച് സേവ് ചെയ്യാൻ സാധിക്കും. ചില ഫോണിനകത്ത് ഇത് സേവ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ റീപ്ലേസ് ഒറിജിനൽ എന്നും സേവ് കോപ്പി എന്നുള്ളതും മൂന്നാമത്തെ ഓപ്ഷൻ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ റീപ്ലേസ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത സ്ക്രീൻഷോട്ട് റിമൂവ് ആയി പോകണം. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് മാത്രം മതിയെങ്കിൽ റീപ്ലേസ് ഒറിജിനൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ സ്ക്രീൻഷോട്ടിലേക്ക് ഇത് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതല്ല രണ്ടാമത്തെ ഓപ്ഷൻ സേവ് കോപ്പി എന്നാണെങ്കിൽ പുതിയത് നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് ആദ്യം എടുത്തത് അവിടെ ഉണ്ടാകും. പുതിയ ഫോട്ടോ ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് കോപ്പി എന്നുള്ളത് കൊടുത്താൽ മതി. ഏറ്റവും നല്ലത് റീപ്ലേസ് ഒറിജിനൽ എന്ന് കൊടുക്കുന്നതാണ്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പഴയതൊക്കെ ഡിലീറ്റായി പുതിയ സ്ക്രീൻഷോട്ടിലേക്ക് മാറും. അതായത് ഇതിൻ്റെ പഴയ കോപ്പി ഡിലീറ്റായി നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് മാത്രം സേവ് ആകും, മറ്റേതൊക്കെ ഡിലീറ്റായി പോകും. അതുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റീപ്ലേസ് ഒറിജിനൽ എന്ന് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ടിനകത്ത് ഇത്രയും അധികം ഫീച്ചറുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ ഈസി ആയിട്ട് ഒരുപാട് മെത്തേഡുകൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നമുക്ക് അത്തരം സ്ക്രീൻഷോട്ട് എടുക്കാൻ പല ആളുകളും ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോണിനകത്ത് തന്നെ സെറ്റിങ്സുകളുണ്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന്. അത് ആവശ്യമുള്ളവർ കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് അത്തരത്തിലൊരു വീഡിയോ കൂടി ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.